പ്രകൃതിയിലെ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. സ്നേഹമുള്ള പ്രകൃതിക്കായി ഞങ്ങൾ ഒരുക്കുന്ന നാടകത്തിന്റെ പേര് കാടകം. ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം കാടകം. നാടകത്തിന് ശബ്ദം നൽകിയവർ: സൂത്രധാരൻ നീരജ് കൃഷ്ണ, കാട്ടുതീ ആഗ്നേയ് നാരായണൻ സി, കുരുവി അങ്കിരസ് കെ എം, കാട്ടുദേവൻ അലോക് AS, വായു ശ്രീഹരി U, മഴ ഹരികിഷൻ. പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണോ നീ കാണിക്കുന്നത് കുഞ്ഞിക്കുരുവി? പല കാര്യങ്ങൾക്കും ആശ്രയം തന്നെ കാടാണിത്. അതുകൊണ്ട് കാടിനെ സംരക്ഷിക്കേണ്ട ചുമതലയും എനിക്കുണ്ട്. നിനക്ക് തോന്നുന്നുണ്ടോ കുരുവി, നിന്റെ ഈ കൊച്ചു ചുണ്ടുകൊണ്ട് വെള്ളമൊഴിച്ച് തീയിനെ കെടുത്താമെന്ന്? എനിക്കറിയില്ല, പക്ഷേ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്തിരിക്കും. കാട്ടുതീയായ ഞാൻ പറയുന്നു, ഇത് അഹങ്കാരമാണ് കുഞ്ഞിക്കുരുവി. കാട്ടുതീയുടെ വാക്ക് വകവയ്ക്കാതെ കുരുവി ഇത് പലതവണ ആവർത്തിച്ചു. ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു: നീ എന്തു മടയത്തമാണ് ഈ കാണിക്കുന്നത്? ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ? ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ? അങ്ങക്ക് ശക്തമായൊരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം. ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു. കുരുവി തന്റെ കൊച്ചു ചുണ്ടിൽ വെള്ളമെടുത്ത് കാട്ടുതീയിനെ കെടുത്താൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് കാട്ടുദേവൻ പറഞ്ഞു: എന്താണ് കുഞ്ഞുകുരുവി നീ കാണിക്കുന്നത്? അങ്ങിതൊന്നും കാണുന്നില്ലേ കാട്ടുദേവ? കാടിന്റെ മക്കൾ തീയിൽ വെന്തു മരിക്കുന്നത് അങ്ങേക്ക് കാണുന്നില്ലേ? അങ്ങ് ഒന്ന് കരുണ കാണിക്കുകയാണെങ്കിൽ ഈ കാടിന്റെ മക്കൾ തീയിൽ നിന്നും രക്ഷപ്പെടും. അങ്ങേ കാണുന്ന കാടിന്റെ ദേവനാണ്. അങ്ങ് എന്തെങ്കിലും ചെയ്താലും അതുവരെ ഞാൻ എൻ്റെ ചുണ്ട് കൊണ്ട് വെള്ളം ഒഴിക്കുക തന്നെ ചെയ്യും. ഇത് കേട്ട് കാട്ടുദേവൻ മൗനം പാലിക്കുകയായിരുന്നു. അപ്പോഴും കുരുവി വെള്ളമൊഴിക്കുന്നത് നിർത്തിയില്ല. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഹേ വായുദേവ, കണ്ടില്ലേ ആ കുഞ്ഞു കുരുവിയുടെ സാഹസം? സാഹസമല്ല, മണ്ടത്തരം. കഴിയുമോ ആ കുഞ്ഞുകുരുവിക്ക് തീ കെടുത്താൻ? എൻ്റെ ദേഹം തളരുന്നു. എന്നാലും ഞാൻ കാടിന്റെ തളർച്ചയ്ക്ക് കൂടെ നിൽക്കില്ല. ഞങ്ങൾക്ക് എത്ര ആശ്രയം തന്ന കാടാണിത്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ കാട്ടുതീ പടരുന്നത് അവസാനിപ്പിക്കണം. നിങ്ങൾ കാണുന്നില്ലേ ആ കൊച്ചുകുരുവി തന്റെ കൊച്ചു ചുണ്ടുകൊണ്ട് വെള്ളം എടുത്ത് തീയണയ്ക്കാൻ ശ്രമിക്കുന്നത്? അങ്ങയുടെ ഉത്തരവിനായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ദേവാ. വേഗം തന്നെ തീയണയ്ക്കൂ. ഇത്രയും പറഞ്ഞ് കുരുവി തന്റെ ജോലി തുടർന്നു. തീ കുരുവിയുടെ ജീവനെടുക്കും വരെ. വായുദേവനും മഴദേവനും ഒരുമിച്ച് കാട്ടുതീ അണച്ചു. അതിന്റെ നിയമമാണ് കാട്ടുതീയും മഴയും, നാളത്തെ ലോകത്തെ സൃഷ്ടിയും നിദാനവും. ചില ചെറിയ പ്രയത്നങ്ങൾ ലോകത്തിന്റെയും നന്മയുടെയും പ്രതിബിംബങ്ങളാകും. നീ ലോകത്തിന് മാതൃകയാണ്.